ശ്രീ ഹരിദാസ്, ഈ CPI മന്ത്രിമാരെ ബോധപൂർവം ചവിട്ടുകയാണോ? ഇപ്പോൾ ചിഞ്ചുറാണിക്ക് പരാതിയുണ്ട്, നമ്മുടെ പ്രസാദിന്, കൃഷിമന്ത്രി പ്രസാദിന് പരിഭവമുണ്ട്, അനിലിന് പലതും പറയണം എന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വികാരം അടക്കിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റഡ് മന്ത്രിമാരായിട്ട് ഇവർ മാറിയിരിക്കുകയാണോ? വെളിയം ഭാർഗവൻ്റെയും CK ചന്ദ്രപ്പൻ്റെയും കാലം കഴിഞ്ഞോടുകൂടി ആ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് ശ്രീ അനിൽ നമ്പ്യാരുള്ളത്? ഈ അമീബ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ മറ്റ് പരാന്ന ഭോജന ജീവികൾ എന്ന് പറഞ്ഞിട്ട് ഇത്തിൽക്കണ്ണികളുണ്ട്, വേറൊരു മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടി, അതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്തിൽക്കണ്ണി എന്ന് പറയും. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയോട് ഒട്ടിപ്പിടിച്ച് നിന്നിട്ട് കാലം കഴിക്കണമെന്ന് ചിന്തയുള്ള ഇവിടെ ശ്രീ ശിവശങ്കരനാണെന്ന് തോന്നുന്നു ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിലവിളിയെ കുറിച്ചിട്ട് ഇപ്പോൾ താങ്കളും എന്നോട് ഈ ചോദ്യം ചോദിച്ചു. എന്ത് വാഴപ്പിണ്ടിയേക്കാൾ ദുർബലമായ നട്ടലുള്ള ഒരു 4 മന്ത്രിമാരും അതിനേക്കാൾ ബലം കുറഞ്ഞ നട്ടലുള്ള ഒരു പാർട്ടി നേതൃത്വവുമുള്ളൊരു സംസ്ഥാനത്ത് ഇവർക്കൊക്കെ എന്ത് വോയിസാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ നികുതിപ്പണം 1 ലക്ഷത്തിലധികം രൂപ പ്രതിമാസം ശമ്പളം പറ്റാൻ വേണ്ടിയിട്ട് ഒരു 4 മന്ത്രിമാരെ നിയമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് അനുഭവപ്പെട്ടത് ഞാൻ പറയാം. ഈ മന്ത്രി, ഇപ്പോഴത്തെ ഈ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഇന്ന് രാവിലെ ചാനൽ മൈക്കുകളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഒരു ചാനലിൽ ചർച്ചയ്ക്ക് പോയത്. പക്ഷേ ആ ചർച്ചയിൽ അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞത് എല്ലാം രാവിലെ പറഞ്ഞതിൽ നിന്ന് എല്ലാം ഘടകവിരുദ്ധമായിട്ടായിരുന്നു. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളത്തിൻ്റെ. ആ കേരളത്തിൻ്റെ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് അത്രയും മനോഹരമാണ്. ആ മനോഹരമായ ബഡ്ജറ്റിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ രാവിലെ പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും അതിലൊന്നും യാതൊരു വിധ തെറ്റും കാണണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം നാളെ വിളിച്ചാകുമ്പോൾ പറയാൻ പോകുന്നത് എന്താ? നമുക്ക് ആ വിഷയം വിടാം, നമുക്ക് കർണാടകത്തിലെ ഉത്തരാഖണ്ഡിലെ മന്ത്രിമാരുടെ നട്ടലുള്ള മന്ത്രിമാരുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഈ നട്ടലില്ലാത്ത ഈ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ 4 മന്ത്രിമാരെ കുറിച്ച് സംസാരിച്ചിട്ട് എൻ്റെ നാക്കിൻ്റെ ബലം ഞാൻ കുറയ്ക്കുന്നില്ല. പിന്നെ ശ്രീ ശിവശങ്കരൻ, താങ്കൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. താങ്കൾ പിണറായിയിലോ അല്ലെങ്കിൽ ധർമ്മടത്തോ കുമ്മന രാജശേഖരനുമായി നടത്തിയ ജാഥയിലെ അവിടെ പെയിൻ്റ് അടിച്ച കെട്ടിടം കണ്ടിട്ടില്ല. താങ്കൾ അവിടുത്തെ സർക്കാർ സ്കൂളുകൾ കണ്ടിട്ടില്ല ശ്രീ ശിവശങ്കരൻ. സർക്കാർ സ്കൂളുകൾ കണ്ട താങ്കൾ ഞെട്ടിപ്പോവും. താങ്കൾ പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് കരുതിയിട്ട് അവിടെ ജാഥയിൽ നിന്ന് കയറിപ്പോയിട്ട് അവിടെ ഒരു ദിവസം താമസിക്കുമായിരുന്നു. താങ്കൾ എന്തൊരു കാരണം ഈ വിവരം പറഞ്ഞ അന്നാണ് ഹാസ്യത്തിൻ്റെ എന്താ പറയേണ്ടത് രാജാവായ VKൻ്റെ നാട്ടിലെ തിരുവില്ലാമലയിലെ ഒരു സ്കൂളിൻ്റെ സീലിംഗ് അടർന്ന് വീണിട്ട് 20 കുട്ടികൾ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യമൊന്നും താങ്കൾക്ക് അറിയില്ലേ? അപ്പം ഞങ്ങളുടെ സർക്കാരിനെ അങ്ങേയറ്റം കരിവാരി തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയരുത്. താങ്കൾ ഇനി ജാഥ നടത്തുമ്പോൾ 4 സർക്കാർ സ്കൂളുകളുടെ അത് കൂടെ പോവോ? താങ്കൾ അത് പഞ്ചനക്ഷത്ര ഹോട്ടലാണെന്ന് ധരിക്കും. അപ്പം അങ്ങനത്തെ ഞങ്ങളുടെ സർക്കാരിനെ അങ്ങനെ ഇതാക്കരുത്. അത് താങ്കൾ പോകേണ്ട വഴിക്ക് പോകാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ താങ്ങുവിലയുടെ കാര്യം പറഞ്ഞിട്ട് ശ്രീ ശിവശങ്കരൻ പറഞ്ഞു, ഇന്ന് ഞാൻ 4 കിലോ കപ്പയ്ക്ക് 100 ഉറുപ്പിക്കാണ് 4 കിലോ കപ്പ. ഞാൻ 1 കിലോയെ മേടിച്ചുള്ളൂ, എൻ്റെ വീട്ടിൽ 1 കിലോയെ വേണ്ടു. അപ്പോൾ ഈ 4 കിലോയ്ക്ക് 100 ഉറുപ്പിക്ക് വിൽക്കുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് മുതലാവണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, സാർ അങ്ങനെയെങ്കിലും ഇത് വിറ്റ് തീരട്ടെ സാർ, അല്ലാണ്ട് പറമ്പ് മുഴുവൻ ഈ സർക്കാരിനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് സബ്സിഡി തരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പ നട്ടു. പക്ഷെ ഇപ്പം അത് പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് പോലും അവർക്കും വേണ്ട. അപ്പം ഇത് ഇങ്ങനെയെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകൻ്റെ രോദനമാണ്. പ്രസാദ് ആത്മഹത്യ ചെയ്തത് ഈ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് നെൽകൃഷി ചെയ്തിട്ട് ഈ സർക്കാർ പറഞ്ഞ പ്രകാരം നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് ഈ സർക്കാർ ഒരു കെണിയിൽ വീണുകൊണ്ടാണ് പ്രസാദ് മരിച്ചത് എന്നുള്ള ബോധമില്ലാത്തൊരു സർക്കാരാണ്. ഇത് തന്നെയാണ് ചക്കിട്ടപ്പാറയിലെ ജോസഫും മരിക്കുമ്പോൾ എഴുതി വെച്ച ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് ചർച്ചയിൽ 1-2 പ്രാവശ്യം വന്നതുകൊണ്ട് പറയുകയാണ് കടലും കടലാടിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഈ സർക്കാരും കമ്മ്യൂണിസവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ശ്രീ അനിൽ നമ്പ്യാർ, അനിൽ നമ്പ്യാർക്ക് ഒരു സംഗതി അറിയോ? ഈ താങ്കള് ശ്രീ ശിവശങ്കരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രയോറിറ്റി എന്താണെന്ന് അറിയാത്തൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇന്ന് വരെ 957 മുതൽ കേരളം ഭരിച്ച സർക്കാരിലെ പ്രയോറിറ്റി എന്തെന്ന് തിരിച്ചറിയാത്ത ഏക സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഞാൻ തിരുത്തുകയാണ്. താങ്കൾക്കറിയോ 19.85 ലക്ഷം രൂപയ്ക്ക് ഓണവിരുന്ന് നടത്തിയൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഇന്ന് ഭരിക്കുന്നത്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക്, റിട്ടയേർഡായ ഒരു ചീഫ് ജസ്റ്റിസിന് കേട്ടുകേൾവി ഇല്ലാത്തൊരു പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് 10 പേർക്ക് കോവളം ഹോട്ടലിലെ 1,20,000
25,000 രൂപ ചെലവാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അതായത് 12,500 രൂപ ഒരു രാത്രി ഒരാൾക്ക് ഒരു ഡിന്നറിന് കൊടുത്ത സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത്. ഇവർ എവിടുത്തെ കമ്മ്യൂണിസമാണ് ഇവരിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്? ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമ്മേളനം, വിദേശ രാജ്യങ്ങൾ നിക്ഷേപം ഇറക്കുന്നതിനെ കുറിച്ച് ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് കോവളത്ത് വന്ന ലോകമാദരിക്കുന്ന ഒരു വ്യക്തിയെ ചെകിടത്തടിച്ച് വീഴ്ത്തി അദ്ദേഹത്തിന് പരിക്ക് പറ്റിച്ച അതേ സംസ്ഥാന സർക്കാരാണ് ആ വേഷം കെട്ടിയിട്ട് SFI-കാരനെ അവിടേക്ക് അയച്ചത്. എന്നിട്ട് അതേ സംസ്ഥാന സർക്കാർ ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിദേശ നിക്ഷേപം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇവർ എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സാർ? എന്നിട്ട് ഇവര് പാവപ്പെട്ട പുഷ്പന്റെ ചുറ്റും നിന്നിട്ട് പുഷ്പനെ അറിയാമോ, പുഷ്പന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടല്ലേ ഇന്ന് ഈ ബഡ്ജറ്റിൽ വിദേശ നിക്ഷേപം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനമെടുത്തത്? ഇവർ എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് സാർ? ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേർന്ന വിധത്തിലാണോ പിണറായി വിജയന്റെ നിത്യജീവിതം മുൻപോട്ട് പോകുന്നത്? എനിക്ക് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്ക് വെച്ചിട്ട് ഈ മുഖ്യമന്ത്രിയെ പോറ്റാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവും അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസ് നവീകരണവും അദ്ദേഹത്തിന് കർട്ടൻ വാങ്ങാനും അദ്ദേഹത്തിന്റെ കക്കൂസ് പൊളിച്ചു പണിയാനുമായിട്ട് മൊത്തം ചിലവഴിക്കുന്നത് പ്രതിദിനം 1,00,000 രൂപയാണ് സാർ. എങ്ങനെയാണ് സാർ നമ്മുടെ നാക്കുകൊണ്ടൊക്കെ ഈ സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല സാർ. അപ്പൊ ഇത്തരക്കാരെ 19.5 ലക്ഷം രൂപയ്ക്ക് ഈ സർക്കാർ ഇവിടെ ഓണവിരുന്ന് 300 പേർക്ക് തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ തന്നെയാണ് ജനകീയ ഹോട്ടലുകളിലെ ഭക്ഷണം സബ്സിഡിയോടുകൂടി നൽകാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ പറഞ്ഞിട്ട് ആ ഭക്ഷണപ്പൊതി നൽകിയ, ആ ഭക്ഷണം സുഭിക്ഷമായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയ ഹോട്ടൽ ഉടമകൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തത് എന്ന കാര്യം കൊണ്ട് തന്നെ ഇവർ എത്രത്തോളം ഈ സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൂടെ സാർ? ഈ 19.5 ലക്ഷത്തിന് പാർട്ടി നടത്തുമ്പോൾ തന്നെയാണ് സാർ ഇവിടുത്തെ പാവപ്പെട്ട എൻഡോസൾഫാൻ ദുരിതബാധിതരെ അവരുടെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ കരയുന്നത്. ഇവിടെ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്തതും ഈ 19.5 ലക്ഷം രൂപയ്ക്ക് മുഖ്യമന്ത്രി ഇവിടുത്തെ പൗരപ്രമുഖർക്ക് ഓണവിരുന്ന് ഒരുക്കുമ്പോഴാണ് ഒരു മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുന്നത് സാർ. അപ്പൊ പിന്നെ എവിടെയാണ് സാർ ഇവിടെ കമ്മ്യൂണിസം എന്ന വാക്ക് ഈ സർക്കാരിൽ ഏതു ഭാഗത്താണ് സാർ ചാർത്തി കൊടുക്കേണ്ടത്? എനിക്ക് 45 ലക്ഷം രൂപയുടെ വാഹനം വേണമെന്ന് ഒരു ബ്ലൂ ബുക്കിലും ഒരു സെക്യൂരിറ്റി ബുക്കിലും എഴുതി വെച്ചിട്ടില്ല സാർ. 45 ലക്ഷം രൂപയുടെ കാറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടുപോയില്ല അനിൽ നമ്പ്യാർ. ഒരു ചർച്ചയിൽ എന്നെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഉന്നതനായ താത്വിക ആചാര്യൻ കോർണർ ചെയ്തത് ബ്ലൂ ബുക്കിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ. ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും പോകുന്നത് ഒരു ഡിസയർ കാറിലാണ്. മുമ്പിലും പിന്നിലും 45 വാഹനങ്ങളില്ല ശ്രീ അനിൽ നമ്പ്യാർ. ലാളിത്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പക്ഷെ അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ മാത്രമായിരിക്കാം ആ കാർ ഉപയോഗിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ നിന്നും സെക്രട്ടേറിയറ്റിലെത്താനുള്ള 2.5 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വാഹന നിര കൊണ്ട് നിറയ്ക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് സാർ? അപ്പൊ ഇദ്ദേഹത്തിന്റെ ഏത് ബ്ലൂ ബുക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ മുൻപിലും പിന്നിലും 25 വാഹനങ്ങൾ വേണം, എനിക്ക് സഞ്ചരിക്കാൻ 45 ലക്ഷം രൂപയുടെ വാഹനങ്ങൾ വേണമെന്ന് ഒരു ബ്ലൂ ബുക്കിലും എഴുതി വെച്ചിട്ടുള്ളതല്ല. ആർഭാടം എനിക്ക് പ്രിയമാണ് എന്ന് തോന്നിയപ്പോൾ, ആർഭാടത്തിലെ ഞാൻ ജീവിക്കൂ എന്നൊരു മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ അതിന് പാവപ്പെട്ട ഗവൺമെന്റ്, പാവപ്പെട്ട ജനങ്ങള് അവർ കൊടുക്കുന്ന നികുതി പണം ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായി എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളല്ലേ സാർ അത്? ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു ചാനൽ ചർച്ചയിൽ ഒരു മഹാനായ ഇടതുപക്ഷ അനുഭാവി എന്നോട് ചോദിച്ചു, ചെറുപ്പക്കാരനാണ്, മുഖ്യമന്ത്രി ദൂർത്തടിച്ചിട്ടാണോ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ആയത്? മുഖ്യമന്ത്രിയുടെ മാത്രം ദൂർത്തുകൊണ്ടാണോ? അല്ല സാർ. അവിടെയാണ് ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചത്. പ്രയോറിറ്റി എന്താണെന്ന് തിരിച്ചറിയാത്തൊരു സർക്കാരാണ് കേരളത്തിന്റെ. മുഖ്യമന്ത്രി താമസിക്കുന്ന മന്ദിരം 9 ലക്ഷം രൂപയുടെ കർട്ടൻ കൊണ്ടും 9 ലക്ഷം രൂപയുടെ EW ടോയ്ലറ്റ് പൊളിച്ചു പണിയുമ്പോഴും ഇവിടെ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന ഒരവസ്ഥ വരാതെ നോക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അല്ല, ഇനി ഏത് ബൂർഷാ മുഖ്യമന്ത്രിയുടെയും പ്രാഥമികമായി ചുമതലയായിരുന്നു. അതിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ദൂർത്തനെയാണ് ഈ സർക്കാരും മുന്നിലത്തെ സർക്കാരും കൂടിയിട്ട് ഏകദേശം ദൂർത്തടിച്ചിരിക്കുന്നത്. 500 കോടിയാണെന്ന കാര്യത്തിൽ അതിനപ്പുറമുള്ള കണക്കൊന്നും നിരത്താൻ നമുക്കില്ല. പക്ഷേ ഈ 500 കോടിക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യാമായിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് ജനകീയ ഹോട്ടൽ നടത്തുന്ന
പാവപ്പെട്ടവരുടെ 29 കോടി രൂപ അതിൽ നിന്ന് കൊടുക്കാമായിരുന്നു. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം കൊടുത്ത് പോക്കറ്റ് കാലിയായ ഇവിടുത്തെ സാധാരണക്കാരായ സ്കൂൾ അധ്യാപകർക്ക് അവർക്ക് നൽകാനുള്ള ഒരു 32 കോടി രൂപ കൊടുക്കാമായിരുന്നു. അതൊക്കെ കൊടുത്തിട്ടാണ് ഈ മുഖ്യമന്ത്രിയും കൂട്ടരും ഇത്തരത്തിലുള്ള ദൂർത്തടിക്കുന്നതെങ്കിൽ നമുക്കൊന്നും പരാതി ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദ്ദേഹം നവകേരള യാത്ര കഴിഞ്ഞ് വന്ന് ചാരി കിടന്നുകൊണ്ട് അദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നവകേരള യാത്രയിൽ അങ്ങക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഭവം ഒന്ന് വിവരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ ജനങ്ങൾ ക്യൂ നിന്നതും ഇതൊക്കെ കൊടുത്തതും എനിക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കപ്പയും വരാൽക്കറിയും കൂട്ടിയിട്ട് ഒരു ഭക്ഷണം കിട്ടി. ആ ഭക്ഷണത്തിൻ്റെ രുചി എൻ്റെ നാവിൽ നിന്ന് പോകുന്നില്ല. അവിടെ പോയിട്ട് എനിക്ക് ഇനിയും ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും കൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് സർ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക? പറ്റില്ല. അനിൽ നമ്പ്യാർ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് എന്ന് തോന്നുമാറുള്ള ഒന്നും ഇവരുടെ ഭാഗത്തു നിന്നില്ല. ഇവരൊന്ന് മാത്രം മനസ്സിലാക്കുക, ഇന്നലെ പ്രധാനമന്ത്രി നമ്മുടെ മോദി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ദുർബലമായ ഒരു പ്രതിപക്ഷമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറാൻ പോവുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്. 400 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. അതോടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പോക്ക് ദുർബലമായ ഒരു പ്രതിപക്ഷത്തെ ഇന്ത്യയിൽ സൃഷ്ടിക്കും. അത് അങ്ങേയറ്റം ഇന്ത്യയുടെ ഭരണത്തെ ബാധിക്കുന്ന ഒരു വിഷയമാകുമെന്നൊരു പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിനോട് ഞങ്ങൾക്കും പറയാനുള്ളത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റിട്ടുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ട പ്രതിപക്ഷമേ, ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ട പ്രതിപക്ഷമേ, EMS ഏതോ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടത്രേ, നമ്മളോടുള്ള പ്രതിപത്തി കൊണ്ടല്ല ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്തിരിക്കുന്നതെന്നും മറ്റവരോടുള്ള വിരോധം കൊണ്ടാണ് എന്നുള്ള ബോധവും ഉണ്ടായിട്ടുള്ള ഒരു ഭരണമാണ് നമ്മളിവിടെ കാഴ്ചവെക്കേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോട് ജനങ്ങൾക്ക് അങ്ങേയറ്റം ഉള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും വിവേചന ബുദ്ധിയോടുകൂടി ഇവിടുത്തെ പ്രതിപക്ഷം ചിന്തിച്ചുകൊണ്ട് ഒരു മുൻപോട്ടുള്ള പോക്ക് നടത്തിയിട്ടില്ലെങ്കിൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഇവിടെ 2026 അധികാരത്തിൽ കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീ അനിൽ നമ്പ്യാർ. യെസ്, ജനം TV-യുടെ സംവാദത്തിലേക്ക് CPM-ൻ്റെ പ്രതിനിധികളെ കഴിഞ്ഞ 6-7 മാസങ്ങളായിട്ട് അയക്കാറില്ല. ഇടതുപക്ഷ നിരീക്ഷകർ ആണ് വരാറുള്ളത്. ഇന്ന് ഈ വിഷയമാണെന്ന് അറിഞ്ഞപ്പോൾ ഇടതുപക്ഷ നിരീക്ഷകർ കൂടി മുങ്ങിയിരിക്കുകയാണ്. അവർക്ക് പോലും ന്യായീകരിക്കാൻ ആവുന്നില്ല. ആ ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ളത്. കണ്ടമാനം പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, അവരെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മുടെ ഹരിദാസിനെ പോലുള്ളവർ അതിഥികൾ വളരെ ആവേശത്തോടു കൂടി സംസാരിക്കുമ്പോൾ അതിൽ ഇൻ്ററപ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കണക്ട് ചെയ്യാത്തത്. ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തായാലും പാലക്കാട് നിന്ന് കൃഷ്ണകുട്ടി എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുട്ടി, താങ്കൾക്ക് പ്രതികരിക്കാം പെട്ടെന്ന്. കൃഷ്ണമൂർത്തിയാണ്, പാലക്കാട്. കൃഷ്ണമൂർത്തി, യെസ്, സോറി ഓക്കെ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കുറയ്ക്കുക, കറണ്ട് ചാർജ് കുറയ്ക്കുക, വാട്ടർ ചാർജ് കുറയ്ക്കുക, അങ്ങനെ ജനോപകാരമായ കാര്യങ്ങൾ സർക്കാർ ചെയ്താൽ മാത്രമേ ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷയുണ്ടോ കൃഷ്ണമൂർത്തി അതൊക്കെ കുറയ്ക്കുമെന്ന്? നമുക്ക് പറയാനൊക്കെ പറ്റുള്ളൂ സാറേ, അവര് തീരുമാനിക്കേണ്ട സർക്കാരല്ലേ. അതെ ശരി കൃഷ്ണമൂർത്തി പ്രതികരിച്ചതിന്. ശ്രീ ശിവശങ്കർ, ഭാരത് അരി ഇന്ന് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഭാരത് ആട്ട, ഭാരത് ചെന്ന എന്നൊക്കെ തൊട്ട് പറയുകയാണ്. ഇപ്പോൾ ഭാരത് അരി കൂടി പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ കേരളത്തിലെ ഈ ഭക്ഷ്യ പൊതുവിതരണ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം കൂടുതൽ കനിയണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുമോ? ഇനി നമ്മുടെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും അജണ്ടയുണ്ടോ? കാരണം പണം കൊടുക്കാതെ വേണ്ട ബഡ്ജറ്റ് അലൊക്കേഷൻ കൊടുക്കാതെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് അവസാനം ഇത് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള നീക്കമാണോ? ഞാൻ രണ്ട് ഭാഗത്തേക്ക് ഞാൻ വരാം. എനിക്ക് തോന്നുന്നത് ഈ 29 രൂപയ്ക്ക് ഭാരത് അരിയും അതുപോലെ തന്നെ ആട്ടയും മറ്റു പലവ്യഞ്ജനങ്ങളും നേരത്തെയുമുണ്ട്. അപ്പോ ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ നൽകുന്നു. ഇപ്പോ മറ്റ് സാമ്പത്തികമായി കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചെല്ലാം വരുമാനമുള്ളവർക്ക് 29 രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അരി വരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള അരി ഉപയോഗിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് ആട്ട ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വരുന്നു. മറ്റുള്ള പല വ്യഞ്ജനങ്ങളും നേരത്തെ തന്നെ മാർക്കറ്റിലുണ്ട്. ഇതെല്ലാം സപ്ലൈകോ വഴിയാണോ അതുപോലെ തന്നെ അല്ലെങ്കിൽ റേഷൻ കട വഴിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സപ്ലൈകോയൊക്കെ നിർത്താൻ പോകുന്നത്. ഏതായാലും നരേന്ദ്രമോദി ഫ്രീ ആയിട്ടും അരി കൊടുക്കുന്നുണ്ട്, 29 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. ഇനി പിണറായി വിജയന്റെ വക 45 രൂപയ്ക്ക് അരി കൊടുത്താൽ ആര് വാങ്ങിക്കാനാണ്? നമുക്കറിയാം ഏതാണ്ട് 689 കോടി രൂപ സപ്ലൈകോ തന്നെ പല ഹോൾസെയിലേഴ്സിനും അതുപോലെ അവരുടെ കോൺട്രാക്ടേഴ്സിനും ഒക്കെ നൽകാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ തന്നെ സമരം ചെയ്തിരുന്നു. അത് കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ചെന്തോ പണം കൊടുത്തിട്ടാണ് ഇപ്പൊ തൽക്കാലം ഒതുക്കിയിരിക്കുന്നത്. അപ്പൊ സപ്ലൈകോയിലേക്ക് ഭക്ഷ്യ സാധനങ്ങൾ നൽകിയാൽ പണം കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ കൃഷിക്കാര്, അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവിടുത്തെ പൊതു വിൽപ്പനക്കാരൊന്നും ഇപ്പൊ സപ്ലൈകോ ടെൻഡർ വെച്ചാൽ കയറുന്നില്ല, അവിടെ അവർ നൽകുന്നില്ല. അങ്ങോട്ട് കാലുപിടിച്ചൊക്കെ കൊണ്ടേ കൊടുക്കുന്നത് സപ്ലൈകോന്റെ കഥയാണ്. ഞാൻ മറ്റു 3 കാര്യങ്ങൾ, ഒരു 3 P യെ കുറിച്ച്, പൊളിറ്റിക്സും പ്രയോറിറ്റിയും ആൻഡ് പോവർട്ടി, ദാരിദ്ര്യം, അത് 2 തരത്തിലുള്ള ദാരിദ്ര്യം, സാമ്പത്തിക ദാരിദ്ര്യവും ബുദ്ധിപരമായ ദാരിദ്ര്യവും. ഞാൻ ഇതിനെക്കുറിച്ച് 3 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ ഹരിദാസ് പറയുന്നത് പോലെ സംസ്ഥാനത്ത് ഈ പറയുന്ന സ്കൂളുകളുടെ പഞ്ചനക്ഷത്ര സ്കൂളുകളുടെ വിഭവ കാരണം നമുക്കറിയാം കിഫ്ബിയില് പണിത പല സ്കൂളുകളും മനുഷ്യന്റെ വിരൽ കൊണ്ട് മാന്തിയപ്പോ സിമന്റ് അടർന്നു വീണ കഥയും ഞാൻ മറന്നിട്ടില്ല. അത്തരത്തിലുള്ള സ്കൂളുകളുടെ മുമ്പിൽ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. അത് കാരണം 5 സ്റ്റാർ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ സ്കൂളാണോമോ, അല്ലെങ്കിൽ സ്കൂൾ കണ്ടാൽ 5 സ്റ്റാർ ഹോട്ടലാണെന്നൊക്കെ ജനം ഞെട്ടിത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംസ്ഥാനത്തിന്റെ ഒരു പൊതുഘടന എങ്ങോട്ടാണ് പോകുന്നത്? നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചിരുന്നു, ഒരു CPI ഭരിക്കുന്ന മന്ത്രി അവരുടെ വകുപ്പിലേക്ക് മാത്രം പണം നൽകുന്നില്ല എന്നുള്ള ആരോപണം നമ്മൾ പൊളിറ്റിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എടുക്കണം. കാരണം രാഷ്ട്രീയമായിട്ട് CPM എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയാം. അവർ മുസ്ലിം ലീഗിനെ, കാരണം നവകേരളത്തിൽ മുഴുവൻ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേക നേതാക്കൾ മാത്രം CPM-ന്റെ ഭാഗമായി, നവകേരളത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. അതുകൊണ്ട് CPI-യെ ഒഴിവാക്കിക്കൊണ്ട്, നമുക്കറിയാം CPI-ക്ക് 17 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 15 സീറ്റുമുണ്ട്. അപ്പോ CPM-ന്റെ 61 സീറ്റും മുസ്ലിം ലീഗിന്റെ 15 സീറ്റും കേരള കോൺഗ്രസിന്റെ 5 സീറ്റും പിന്നെ ഒരു ചെറിയ ചെറിയ കക്ഷികളിലേക്ക് ചേർന്ന് കഴിഞ്ഞാല് ഇവർക്ക് തീർച്ചയായിട്ടും 80-81 സീറ്റൊക്കെ ഈസി ആയിട്ടാവും. അപ്പം CPI-യെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ ഭാവിയിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എടുക്കുവാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായും അവരെ ഒറ്റപ്പെടുത്തുക, ഇപ്പൊ ബഡ്ജറ്റിലും അവരെ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ഒരു നയം ആണോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായി എന്ന് പലരും സംശയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു CPI-യുടെ നിവർത്തികേടുകൊണ്ട്, എല്ലാ തല്ലും കെട്ടും കൊണ്ട് അവർ നിയന്ത്രിച്ച് തന്നെ കുറച്ചു നാൾ കൂടി LDF-ൽ നിൽക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഉടനെ തന്നെ മറ്റൊരു രീതിയിൽ മറ്റേ INDA-യുടെ ഭാഗമായി ഇന്ത്യയിലേക്കും, ഇപ്പോ രാഹുൽ ഗാന്ധി നായ്ക്കൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കുന്ന അവരുടെ ചില പാർട്ടിക്കാരെ പോലെ തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇവർക്ക് കൊടുത്താൽ ഇവരും അങ്ങോട്ട് പോയേക്കാം. അപ്പോ പ്രത്യേകിച്ച് കേരളത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും അപ്പുറം തന്നെയാണ്. അത് കാരണം ഞാൻ ആ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് പൊളിറ്റിക്സില് CPM കൃത്യമായിട്ട് CPI-യെ തള്ളിപ്പറയുകയാണ്. പോണെങ്കിൽ പോട്ടെ, മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു സന്ദേശവും കൂടിയാണ് ഈ ബഡ്ജറ്റിലൂടെ നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2, ഈ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബഡ്ജറ്റിലും CPM കൃത്യമായിട്ട് പ്രയോറിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഹരിദാസ് മറന്നുപോയതാണോ? അദ്ദേഹം ഇനിയിപ്പോ പണ്ട് DYFI-കാരനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചില ചാനലിൽ പറയാറുണ്ട്. പഴയ കമ്മ്യൂണിസം പിന്നെ 15 വർഷം കൂടുമ്പോൾ മാപ്പ് പറയുന്നതാണല്ലോ കമ്മ്യൂണിസത്തിന്റെ ഒരു പൊതു സ്വഭാവം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും അതുപോലെ തന്നെ ഭരണത്തിലായാലും 15 വർഷം കഴിയുമ്പോൾ ഒരു മാപ്പ് പറയും, തിരുത്തും, പഴയ കാര്യം നന്നായി എന്ന് പറയും. അത് ഒരുപാട് കാര്യത്തിൽ. അപ്പൊ ഈ ബഡ്ജറ്റിൽ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പോയിന്റ് നമ്പർ 65, വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉള്ള വികസന പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ കാണേണ്ട 50 കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന് പറഞ്ഞ് കേരളത്തിനെ അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട്. സത്യത്തിൽ കേരളത്തെ ഇങ്ങനെ ലോകത്തിലെ 50 കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട 50 കേന്ദ്രങ്ങളായി ഇവിടത്തെ അപൂർവതകൾ നിലനിർത്തി ഒരു വികസനവും ഇല്ലാതെ നിർത്തിയതിന് എന്തെങ്കിലും ടൂറിസത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ CIT-ന് കൊടുക്കണം. കാരണം ഒരു ഇൻഡസ്ട്രിയും വരാതെ, ഒരു വികസന പ്രവർത്തനം നടത്താതെ ഈ ഗ്രാമങ്ങളെല്ലാം അതേപോലെ നിർത്തുകയും നഗരങ്ങളിൽ പൊല്യൂഷൻ കുറയ്ക്കുകയൊക്കെ ചെയ്തത് CIT-ആണ്. ഒരു വികസന പ്രവർത്തനം നടത്താൻ. അതുകൊണ്ട് കേരളത്തിന്റെ തനിമ നിലനിർത്തിയതിൽ CIT-ന് വലിയ പങ്കുണ്ട് എന്ന് ഞാൻ ഒരു സംശയമില്ല. അപ്പോ അത്തരത്തിലുള്ള, അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടൽ
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5-സ്റ്റാർ ഹോട്ടൽ ഉള്ളത് കേരളത്തിലാണെന്ന് ടൂറിസം മന്ത്രി പറയുന്നു. മഹാരാഷ്ട്രയിൽ പോലും ഇല്ലാത്ര ഇത്രയും 5-സ്റ്റാർ ഹോട്ടലുകൾ. കാരണം ടൂറിസം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കുളങ്ങളും ജലങ്ങളും നല്ല ജലാശയങ്ങളൊക്കെ ഉള്ള സ്ഥലമായിട്ട് നിലനിർത്തിയിരിക്കുന്നു. ഫാക്ടറികളില്ല, അത്തരത്തിലുള്ള ഒരു കുഴപ്പവുമില്ല, വികസനവുമില്ല. നഗരങ്ങളെ കാണാതെ ഗ്രാമങ്ങളെ കാണാനായിട്ട് കേരളത്തിലേക്ക് വരാമെന്ന് പറയുന്നു. ഞാൻ അവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പോയിന്റ് നമ്പർ 67 ആയിട്ട് 500 പേർക്ക് ഇരിക്കാവുന്ന സെന്ററുകൾ, അതുപോലെ തന്നെ 5-സ്റ്റാർ ഹോട്ടലുകൾ ഉണ്ടാക്കുവാനായിട്ട് പലിശ കുറഞ്ഞ വായ്പകൾ ഈ സംസ്ഥാന സർക്കാർ ഓഫർ ചെയ്യുന്നു. കേരള ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും പലിശ കുറച്ചെടുത്തുകൊണ്ട് നിങ്ങൾ 5-സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ തന്നെ കൺവെൻഷൻ സെന്ററുകളും 500 പേർക്ക് ഇരിക്കാവുന്ന കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങാനും പലിശ കുറഞ്ഞ വായ്പ ഓഫർ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ. ഇവിടുത്തെ കർഷകന് എന്തുകൊണ്ടാണ് പലിശ കുറഞ്ഞ വായ്പ നൽകാത്തത്? എന്തുകൊണ്ടാണ് 50 കോടി രൂപ അവിടെ മാറ്റിവെച്ചിരിക്കുന്നു? ആ പണം പോലും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ മറ്റു പലതിനും മാറ്റിവെച്ചിട്ടില്ല. അതിദാരിദ്ര്യം മാറ്റിവെക്കാനും ഈ പറയുന്ന 50 കോടി മാറ്റിവെച്ചിരിക്കുന്നു. അതായത് കുത്തക മുതലാളിമാർക്ക് പലിശ കുറച്ചുകൊണ്ട് 500 പേർക്കുള്ള സെന്ററുകൾ തുടങ്ങുവാൻ, കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങുവാനും 5-സ്റ്റാർ വിനോദസഞ്ചാരങ്ങൾ കേന്ദ്രം തുടങ്ങുവാനും ഹോട്ടലുകൾ തുടങ്ങുവാനും മാറ്റിവെക്കുന്ന അതേ തുക ഇവിടെ അതിദാരിദ്ര്യർക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ കർഷകർക്ക് നിർമ്മാണ മേഖലയിൽ 1000 കോടി രൂപയാണ് ശിവശങ്കർ അനുവദിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് അറിയാലോ? അതെ, പ്രയോറിറ്റി എന്ന നിലയിൽ. പിന്നെ അദ്ദേഹത്തിന് ഈ ഹരിദാസിന് എന്നോടെന്തോ വ്യക്തിപരമായ വരെ കൊണ്ട് എന്റെ പേര് കുറെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീണ്ടും CM-നെ രക്ഷിച്ചു. CM ഈ വാഹനങ്ങൾ വാങ്ങിക്കുന്ന കഥ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, CM വാങ്ങിച്ച ഒരു പുതിയ വാഹനമുണ്ട്, കാർണിവൽ. അതിന്റെ പിറ്റേ മാസം പ്രൊഡക്ഷൻ നിർത്തി. കാർണിവൽ എന്നുള്ള വാഹനത്തിന്റെ പ്രൊഡക്ഷൻ നിർത്തിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങിച്ച് ഇന്ത്യയുടെ വാഹന ഇൻഡസ്ട്രി, ഒരു വെഹിക്കിൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് തന്നെ തകർക്കരുത്. അദ്ദേഹം ആ വാഹനം തന്നെ ഓടിക്കട്ടെ. ഏതെങ്കിലും കോടീശ്വരന്മാരുടെ വാഹനങ്ങൾ വേറെ വാങ്ങിച്ചോട്ടെ, ബെൻസോ അങ്ങനത്തെ നിർത്തിയാൽ കുഴപ്പമില്ല. പല മാരുതി 800 വാങ്ങിച്ച് മാരുതി കൂട്ടിപ്പോയി കഴിഞ്ഞാൽ എന്റെ ഹരിദാസ് ജി നമ്മുടെ കാര്യമൊക്കെ പെട്ടുപോകും. നിങ്ങളും മാരുതി 800 അല്ലെങ്കിൽ ഒരു മാരുതി വെഹിക്കിളായിരിക്കും സഞ്ചരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ ഒരു മാരുതി കാറിലോ സ്വയം ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെക്കാരും മാരുതി മേടിച്ചു കഴിഞ്ഞാൽ മാരുതി കൂട്ടിപ്പോകും. അത് കാരണം അത്തരത്തിലുള്ള ഉപദേശമൊന്നും നൽകിയേക്കരുത്. അദ്ദേഹം കാർണിവലിലോ പോർഷയിലോ ഏതിലെങ്കിലും നടക്കട്ടെ, അതൊക്കെ പൂട്ടിപ്പോയിക്കോട്ടെ. സാധാരണക്കാരന്റെ വാഹനം മേടിച്ചാൽ അതും പൂട്ടിപ്പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം പോവർട്ടി മീൻസ് ചിന്തയിലും ഒരു ദാരിദ്ര്യമുള്ള ഒരു ബഡ്ജറ്റ് ആയിപ്പോയി. ഞാൻ മനസ്സിലാക്കുന്നത് 4th ഫെബ്രുവരിയിൽ നിർമ്മല സീതാരാമന്റെ ഒരു ബഡ്ജറ്റ് പ്രസംഗവും അതിനുശേഷമുള്ള ഡിസ്കഷനും ഉണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത്, നിർമ്മല സീതാരാമൻ കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ പല കോഴി പറയുന്നുണ്ട് സൺറൈസ് എക്കണോമിയെ കുറിച്ചിട്ട്. ദ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആർ ഫോളോയിങ് ഇൻ ടു ദ സൺറൈസ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞ അവരുടെ വളരെ പ്രമുഖമായ ഇന്റർവ്യൂ പല പ്രമുഖമായ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ദ സൺറൈസ് എക്കണോമി എന്നുള്ളത് അങ്ങനെ തന്നെ ഈ ബഡ്ജറ്റിലേക്ക് എടുത്തു മാറ്റി വെച്ചിരിക്കുന്നു. ദ സൺറൈസ് എക്കണോമി എന്നുള്ള ഒരു പുതിയ ഒരു പദവും സൺറൈസ് എക്കണോമി. സൂര്യന്റെ നാട്ടിൽ പിന്നെ സൂര്യോദയ പദ്ധതി അല്ലാതെ പിന്നെ എന്തുവാ? അതെ, സൂര്യൻ ഭരിക്കുന്ന നാട്ടിൽ. അതെ, സൂര്യൻ ഭരിക്കുകയാണ്. സൂര്യൻ തൊട്ടതൊക്കെ കരിഞ്ഞു പോവുകയാണ്. അതായത് സൂര്യന്റെ അടുത്ത് ചെല്ലുന്നവർ കരിഞ്ഞു പോവുകയാണ്. പക്ഷെ സൂര്യന്റെ അടുത്തേക്ക് ചില ഗാന്ധിയുമായി ചെല്ലുന്നവർ കരിയില്ല. അത് വളരെ ഉയരുകയും വളരുകയും ചെയ്യും എന്നുള്ളതും നമ്മൾ കാണാം. അപ്പോ ഇത്തരത്തില് ഒരു ചിന്താപരമായി പോലും സാമ്പത്തികമായ ഒരു പുതിയ കാര്യം ചിന്തിക്കാൻ പറ്റാത്ത, പ്രവർത്തിക്കാൻ പറ്റാത്ത, തങ്ങളുടെ കൂടെയുള്ളവരെ മാത്രം തകർക്കുവാൻ ഉദ്ദേശിക്കുന്ന, അതിദാരിദ്ര്യരെ ഒരു ഒട്ടും പിന്തുണയ്ക്കാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുന്നു ഈ ബഡ്ജറ്റിൽ. അതുകൊണ്ട് തന്നെ സപ്ലൈകോന്റെ കാര്യത്തിൽ യാതൊന്നുമില്ല. ഞാനത് മനസ്സിലാക്കുന്നത് സപ്ലൈകോന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കുള്ള ഭക്ഷണം, അതുപോലെ അരി കാര്യങ്ങളായാലും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഭാരത് അരിയും അതുപോലുള്ള 80 കോടി ജനങ്ങൾക്ക് വരുന്ന ഫ്രീ ആയിട്ടുള്ള സൗജന്യ റേഷനും അടക്കം സംസ്ഥാനത്തെ ജനങ്ങളെ നരേന്ദ്രമോദി സംരക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഒരുപക്ഷെ സുരേന്ദ്രജിയേക്കാൾ കൂടുതൽ സംസ്ഥാനത്തെ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബാലഗോപാലിനായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ കാര്യം ബഡ്ജറ്റിലേ പറഞ്ഞിട്ടില്ല. സപ്ലൈകോനെ കാര്യമോ പറഞ്ഞിട്ടില്ല, യാതൊരു കാര്യവും പറഞ്ഞില്ല. ഞാൻ ഒന്നും കൂടെ വായിച്ചു നോക്കരുത്. അപ്പോ അദ്ദേഹമാണ് യഥാർത്ഥ BJP-ക്കാരൻ. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നരേന്ദ്രമോദി കൃത്യമായിട്ട് അരിയും ഭക്ഷണവും എല്ലാം തന്നോളും, ഞങ്ങൾ ഇവിടെ കാറും മേടിച്ച് പെൻഷനും കൊടുത്ത് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, തിരുവനന്തപുരത്ത് സോമശേഖരൻ ചേരുന്നു. സോമശേഖരൻ പറയാം. സർ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ജനം ടിവിക്ക് എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ ഇത്രയും ഗതികെട്ട രീതിയിൽ
കേരളത്തെ കൊണ്ട് വന്നെത്തിച്ചിട്ടും ഈ നിർണായക പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താത്തതിന്റെ കാരണമെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് ബഹുമാനപരസ്പരം ചോദിക്കാനുണ്ട്. യെസ്, പ്രൊഫസർ റോണി, ഞാൻ താങ്കളിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഒരു ചോദ്യം പ്രേക്ഷകൻ താങ്കൾക്ക് എറിഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ രാഹുൽ ഗാന്ധി പിന്നെ ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് ഒരു സംസ്ഥാന വിഷയത്തിലല്ലല്ലോ. അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവാണ്, ദേശീയ നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റെടുക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, കാരണം അദ്ദേഹം ഇന്ന് നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്ന വലിയ കൃത്യമാണ്. കാരണം ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ, ഈ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ, പ്രത്യേകിച്ചും ഒരു മതാധിഷ്ഠിത ഭരണകൂടത്തിനെതിരെ, അവർ നടത്തുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സംസ്ഥാന വിഷയത്തിൽ വന്ന് കേരളത്തിൽ വന്നുകൊണ്ട്, കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതികരിക്കും തീർച്ചയായിട്ടും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ വരുന്നു. ഇന്ന് അദ്ദേഹം കേരളത്തിലല്ല, അദ്ദേഹം ഉത്തരേന്ത്യയിലാണ്, അദ്ദേഹം ജാർഖണ്ഡിലാണ്, അദ്ദേഹം ഭാരത് ജോഡോ ന്യായ യാത്ര കാരണം ഉയർത്തുന്ന വിഷയം വളരെ പ്രസക്തമാണ്. കാരണം അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശ്രീ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ, കാരണം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓർഗനൈസേഷണൽ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അദ്ദേഹം ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതികരണം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ഈ പറഞ്ഞ സപ്ലൈകോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തകർക്കുവാനുള്ള സർക്കാരിന്റെ നടപടികളെ അതിനിശ്ചിതമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം എന്ന് പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രൊഫസർ റോണി, നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചു. അല്ല, ഒരു കാര്യം അനിൽ നമ്പ്യാർ, ഞാൻ ഇടപെട്ടോട്ടെ. അനിൽ നമ്പ്യാർ, ഒരു കാര്യം പറഞ്ഞോ. അനിൽ, ഞാൻ റോണിയോട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് 2 പ്രാവശ്യം രാഹുൽ ഗാന്ധി വന്നിട്ടും ഒരു പ്രാവശ്യം മല്ലികാർജ്ജുന ഖാർഗെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്ന് പ്രസംഗിച്ചപ്പോഴും ഒരൊറ്റ തവണ പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയെയോ ഇവിടുത്തെ ഭരണകൂടത്തെയോ ഒരൊറ്റ നുള്ളു വാക്കുപോലും കൊണ്ട് നോവിക്കാതെയാണ് പോയത്? സംസ്ഥാനത്തിനെതിരെ ഒന്നും പറഞ്ഞില്ല, കേന്ദ്രത്തിനെതിരെ മാത്രം പറയുന്നു. സംസ്ഥാനത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ പോലും മുഖ്യമന്ത്രിക്കെതിരെയോ പറഞ്ഞില്ല. മാത്രമല്ല, ഇവരിറക്കിയ ഒരു പരസ്യത്തില് ഇത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്കെതിരെ ഉള്ള 15 മുഖ്യമന്ത്രിമാരുടെ കൂടെ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ പിണറായി വിജയന്റെ ഫോട്ടോ കൂടെ വെച്ച് AICC പരസ്യം ചെയ്തതാണ്. അപ്പോ ഇവർക്ക് ധാർമ്മികമായി ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. ടോണിക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും പറയാൻ, പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സഖ്യകക്ഷി തന്നെയാണ്, ഒരു സംശയമില്ല. എനിക്ക് മറുപടി പറയാമോ? സ്വാഭാവികമായിട്ടും യെസ് പ്ലീസ്. അല്ല, നേരത്തെ ഹരിദാസ് പറഞ്ഞത് ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ അഭാവം, നിങ്ങൾ ഇടപെടുന്നില്ല ജനകീയ വിഷയങ്ങളിൽ. പ്രിയപ്പെട്ട ശ്രീ അനിൽ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ മറുപടി പറയുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വന്നെന്നും ഈ പിണറായി വിജയന് കൊടുക്കാമായിരുന്ന ശിക്ഷകളും, അല്ലെങ്കിൽ പിണറായി വിജയനെ എങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാവുന്ന മാർഗങ്ങളും അതിനൊക്കെ തടയിട്ട വഴികൾ എന്താണെന്നും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇന്ന് തന്നെ നമുക്കറിയാം. 39ാം തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ പറയുന്ന ലാവ്ലിൻ കേസിൽ ട്രയൽ പോലും മാറ്റിവെച്ചു കൊടുത്തത് ആരാണ് ടോണി? പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പിണറായി വിജയന് എതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചതൊക്കെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഈ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത് ഇനി നമ്മൾ ഇന്ന് കറണ്ട് അവസ്ഥയിലേക്ക് പോവാം. സുപ്രീം കോടതി ചരിത്രത്തിലുണ്ട് 39 തവണ, 39ാമത്തെ തവണയാണ്. ഈ CBI എന്നൊക്കെ പറയുന്ന ആരുടെ കയ്യിലാണ്? CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത് ബഹുമാനോട് സുപ്രീം കോടതിയാണ്. അത് തന്നെ പലതവണ വീണ്ടും സുപ്രീം കോടതി ആവർത്തിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് വളരെ കൃത്യമായ പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 39ാമത്തെ തവണയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് എന്നുകൂടി പറയുവാനുള്ള ഉത്തരവാദിത്വം ബഹുമാനോട്. ഞാൻ ഒറ്റ കാര്യം, നിങ്ങൾ ബാലശങ്കർ എന്ന് പറയുന്ന RSS നേതാവിനെ അംഗീകരിക്കുന്നുണ്ടോ, തള്ളി പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ബാലശങ്കറാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് 40 സീറ്റുകളിൽ CPM-ഉം BJP-യും തമ്മിൽ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ബാലശങ്കറാണ്. ബാലശങ്കറിനെ BJP തള്ളി പറയുന്നുണ്ടോ ഇല്ലയോ? കാരണം വളരെ വ്യക്തമാണ് ഇവിടെ CPM-ന്റെയും BJP-യുടെയും അന്തർധാര. കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത്?
ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, എന്ത് വിഷയങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂർ വന്നപ്പോൾ പ്രസംഗിച്ചല്ലോ. ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് വലിയ അഴിമതി നടന്നതെന്ന് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് അന്വേഷണം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയില്ല? നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അവിടെ സെക്രട്ടേറിയറ്റിലെ CCTV ക്യാമറകൾ തന്നെ തകർത്തുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ ഓഫീസില് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടാക്കി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുണ്ടായപ്പോൾ ഇവിടെ പോയി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ? അപ്പോൾ വളരെ കൃത്യമായി തന്നെ CPM-ന്റെയും BJP-യുടെയും നിങ്ങൾ ഇന്ത്യ സംഘത്തിലേക്ക് വിളിച്ചത് ഞങ്ങൾ ഒരിക്കലും ഇനി ഈ മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ല. ഇന്ത്യ മുന്നണിക്ക് കൃത്യമായ സമീപനമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് ഒരിക്കലല്ലേ പ്രാദേശിക വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ദേശീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന വ്യക്തമായ സ്റ്റാൻഡാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. മമതാ ബാനർജിയും കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു വിശാല ദേശീയ കാഴ്ചപ്പാടിൽ പൊതുവായി നിൽക്കുന്ന ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്നുള്ള സ്റ്റാൻഡാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഹരിദാസ്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? 2 മിനിറ്റ് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോഴത്തെ ഈ സർക്കാരിന്റെ നയം എന്താണെന്ന് വിചാരിച്ച അനിൽ നമ്പ്യാർ, നമ്മൾ ഈ നമ്മുടെ വീടിന്റെ പുറത്ത് കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് മദ്യപിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ നായ അവിടെ തൊട്ടടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഈ ഇറച്ചിയെടുത്ത എല്ലൊക്കെ മറ്റേ കോഴിക്കാലെടുത്തിട്ട് അതിൻ്റെ മാംസമൊക്കെ തിന്നിട്ട് ആ എല്ല് നായ്ക്ക് ഇട്ട് കൊടുത്തിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഒരുപാട് സിനിമകളിലുള്ള ഡയലോഗാണ്. നിൻ്റെയൊക്കെ നല്ല സമയടാ എന്ന്. അതായത് അതിൻ്റെ മാംസം മുഴുവൻ തിന്നിട്ട് ആ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവിധ ദൂർത്തും അവരുടെ പാർട്ടി പ്രവർത്തകരുടേതായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളെ എനിക്ക് താരതമ്യപ്പെടുത്താൻ തോന്നുന്നത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതൊക്കെ ഔദാര്യങ്ങളാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 2ാമത് ഭരണത്തിലേറിയ ആ ഒരു ചുറ്റുപാടിലെ നിങ്ങൾക്ക് തരുന്ന ഈ 10 കോടി, അതായത് ഇപ്പോൾ നമ്മുടെ സിവിൽ സപ്ലൈ കോർപ്പറേഷന് ഈ 10 കോടി തന്നിട്ടുള്ളത് അങ്ങേയറ്റം വലിയ ഔദാര്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നണം. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കൊള്ളിയും വയലുകളെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പറഞ്ഞ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഷൊർണൂർ അപ്പക്കച്ചവടം ചെയ്തിട്ട് എറണാകുളത്ത് വന്ന് വിറ്റിട്ട് പണക്കാരാകാൻ വേണ്ടിയിട്ട് ഈ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ജനങ്ങളെ ഉദ്ഘോഷിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ കാലത്തും ഇവരുടെ പ്രസംഗം കേൾക്കാനും ഇവരുടെ ഇത്തരത്തിലുള്ള വായ്ത്താരികൾ കേൾക്കാനും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ കേൾക്കാനും നിശ്ചിതമായൊരു ശതമാനം പാവങ്ങൾ ഈ കേരളത്തിൽ വേണമെന്നുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നയം കൃത്യമായിട്ട് ഇവിടെ വിജയിച്ചു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ഇവിടുത്തെ BJP-ക്കോ, ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസിനെ മാത്രമാണെങ്കിൽ തന്നെ ശ്രീ ശിവശങ്കരനും മനസ്സിലാക്കണം ഒരു കാര്യമുണ്ട്. അങ്ങേയറ്റം ദുർബലമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ BJP മുൻപോട്ട് പോകുന്നത്. അപ്പം ഇത്തരത്തിലെ ഇവർ കടിച്ചീമ്പി ഇട്ട് തരുന്ന എല്ലിൻ കഷ്ണങ്ങളാണ് ഈ 10 കോടി രൂപയും അതുപോലെ തന്നെ 205 കോടി രൂപ പൊതുവിപണിയിൽ ഇടപെടാനും എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ സഹിച്ച് മുൻപോട്ട് പോകുന്ന ജനങ്ങളാണ് കേരളത്തിലെ എന്ന് മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതുപോലുള്ള ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭരിക്കുമ്പോൾ ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് സമാധാനിക്കാൻ മാത്രമേ നമുക്ക് വഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്തിന്റെ ഗതി ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മള് കേരള ഗാനം ഏതെങ്കിലും പാടിക്കൊണ്ട് അതിൽ ക്ലീഷേ വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടും സംസ്ഥാനത്തെ മദ്യപന്മാർക്ക് മുഴുവൻ പോലീസ് എസ്കോർട്ട് ഏർപ്പെടുത്തുകയും പോലീസുകാർ മദ്യപിക്കുന്നവരെ വീട്ടിൽ കൊണ്ടയാക്കുന്ന ഒരു നല്ല കാലം വരുമെന്നും ആണ് എനിക്ക് തോന്നുന്നത്. കാരണം മദ്യപന്മാരുടെ കയ്യിലാണ് ഇന്ന് സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ താക്കോലിരിക്കുന്നത്. അത് കാരണം കൂടുതൽ മദ്യപിക്കുന്നവർക്ക് അടുത്ത നവകേരള യാത്രയില് പ്രത്യേക മുൻപിൽ കേരള പുരസ്കാരം കൊടുക്കും. ലോട്ടറി പറയണം. ലോട്ടറിയൊക്കെ സാധാരണയുള്ളൂ ഇവിടെ. ലോട്ടറി ഡ്യൂപ്ലിക്കേറ്റ് അത്ര ഡ്യൂപ്ലിക്കേറ്റ് മദ്യപന്മാർക്ക് താലൂക്ക് ഓഫീസിലോ അവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേക ക്യൂവോ അങ്ങനെയൊക്കെ നൽകിക്കൊണ്ട് കൂടുതൽ ആളുകളെ മദ്യപിപ്പിക്കുകയും ആ വരുമാനം കൊണ്ട് ഞങ്ങൾ ഇവിടെ എല്ലാം നടത്തുകയും സർക്കാർ പെൻഷൻ നൽകുകയും ചെയ്യുന്ന കാലം വരുമെന്ന്, അതായിരിക്കും പ്ലാൻ ബി എന്ന് പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ ഒരു കാലത്തെ വരെ ഞാൻ ഭയക്കുന്നു. ഓക്കെ, എന്തായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബങ്ങളും അവരുടെ പരിവാരവും ജീവിതം ആസ്വദിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്. സർക്കാരിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഇത്രയേ ഉള്ളൂ എന്ന് കാണുന്നവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുകൊണ്ടാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത്.
ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും പ്രതികരിച്ച പ്രേക്ഷകർക്കും പ്രത്യേകം